നമ്മുടെ എല്ലാം കുളങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയ എല്ലാ മീനുകൾക്കും വേണ്ടി നമുക്കൊരു നിമിഷം മൗനം ആചരിക്കാം. ഒരു നിമിഷം കഴിയും അല്ലേ? ഓക്കെ, ഇനി മീനുകൾ ചാവില്ല. ലെറ്റ്സ് ഡു ദിസ്. എല്ലാവർക്കും നമസ്കാരം. ബാക്ക് ടു എർത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷി, നമ്മുടെ മത്സ്യക്കുളം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒരു സ്വാഭാവികമായ മത്സ്യക്കുളം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇപ്പോഴേ ഉള്ള കുളം നമുക്ക് എങ്ങനെ സ്വാഭാവികമായ ഒരു നാച്ചുറൽ പോണ്ടായിട്ട് മാറ്റാം. അതായത് അമോണിയ കുറഞ്ഞ, ഓക്സിജൻ നിറഞ്ഞ ശുദ്ധമായ വെള്ളമുള്ളൊരു കുളം. അമോണിയ കൂടി നമ്മുടെ മീനുകൾ ചത്തുപൊങ്ങുന്നത് സർവ്വസാധാരണമാണ്. അതെല്ലാം നമുക്ക് ഒഴിവാക്കി നമ്മുടെ മത്സ്യകൃഷിയെ എങ്ങനെ സമീപിക്കാം എന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. സോ ലെറ്റ്സ് ഗോ. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി കാണപ്പെടുന്ന ഒരു ചോദ്യമാണ് മീനുകൾ ചത്തുപൊങ്ങുന്നു, കാരണം എന്താണ് എന്നുള്ളത്. അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. മത്സ്യകൃഷി ചെയ്യുന്നവർക്കും മത്സ്യം ഒരു ഹോബിയായി വളർത്തുന്നവർക്കും എല്ലാവർക്കും തന്നെ മീനുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് കണ്ടു നിൽക്കാനാവാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും ഉള്ള നാച്ചുറലായിട്ടുള്ള കുളങ്ങളും തോടുകളും ആരെങ്കിലും എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതെല്ലാം അങ്ങനെ കിടക്കാനുള്ള കാരണം അവിടെയെല്ലാം നാച്ചുറലായിട്ടുള്ള സിസ്റ്റംസും നാച്ചുറലായിട്ടുള്ള നൈട്രജൻ സൈക്കിളും കറക്റ്റായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്രമത്തിനനുസരിച്ച് മീനുകളും ക്രമത്തിനനുസരിച്ചുള്ള ചെടികളും എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് അത് കറക്റ്റായി നാച്ചുറലായി സസ്റ്റെയിൻ ചെയ്തു പോകുന്നു. ഒരു സ്വാഭാവികമായ കുളം, അതിലെ നൈട്രജൻ സൈക്കിൾ കറക്റ്റായി വർക്ക് ചെയ്യാനും അമോണിയ കുറഞ്ഞു വെള്ളം ക്ലിയറായി ഓക്സിജൻ കൂടി നിൽക്കാനും പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. ഓക്സിജൻ നമ്മുടെ വെള്ളത്തിൽ കൂടുവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് പരിരക്ഷിക്കാം, അതിലെ നൈട്രജൻ സൈക്കിൾ നമുക്ക് മനസ്സിലാവാനും കറക്റ്റായി വർക്ക് ചെയ്യാനും അമോണിയ കുറഞ്ഞു ക്ലിയറായ വെള്ളത്തിൽ നമ്മുടെ മീനുകൾ സുന്ദരമായി ഓടി നടക്കുവാനും വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓക്സിജൻ നമ്മുടെ വെള്ളത്തിൽ സ്വാഭാവികമായി കൂടുവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുളത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സ്വാഭാവികമായ കുളം നേടിയെടുക്കുവാനും വേണ്ടി 4 പ്രധാന ഘടകങ്ങളാണുള്ളത്. ആ 4 പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘടകം മീൻ. നമ്മുടെ കുളത്തിന് അനുയോജ്യമായ മീൻ വേണം തിരഞ്ഞെടുക്കാൻ. ആഴത്തിനനുസരിച്ചും നമ്മുടെ കുളത്തിന്റെ വിസ്തൃതിക്കനുസരിച്ചും നമ്മൾ ചെയ്യാൻ പോകുന്ന എണ്ണം, നമ്മുടെ ഉദ്ദേശം, അതിനെല്ലാം അനുസരിച്ച് നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങളും മാറും. ലക്ഷ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഏത് മീനാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. മീനിന്റെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റിയും കാര്യങ്ങളും അറിയുവാൻ മീൻ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരോടും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരോടും തന്നെ ചോദിക്കുകയാണ് ഏറ്റവും ഉത്തമം. അടുത്തതായി ചെടി. കുളത്തിലും ചെടികളുടെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു ചെടി, അതായത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സോ ആമ്പലോ അസോളയോ അതോ ഏതുമാവാം, ഏതെങ്കിലും ഒരു ചെടി നമുക്ക് മസ്റ്റായിട്ട് വേണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ വെള്ളത്തിന്റെ സ്വാഭാവികത നിലനിർത്തുവാനും ഓക്സിജൻ കൊണ്ടുവരുവാനും അമോണിയ ഇല്ലാതാക്കുവാനും എല്ലാം ചെടിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്.
അടുത്തത് മണ്ണ്. കുളത്തിൽ എന്തിനാണ് മണ്ണ് എന്ന് ആലോചിക്കുന്നുണ്ടാവും. ഒരു പടുതാക്കുളമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കും. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ടാകും. പടുതാക്കുളം അഥവാ പോണ്ട് ലൈനർ വെച്ച് ഉണ്ടാക്കിയ കുളത്തിൽ കുറച്ചെങ്കിലും മണ്ണ് വേണം. ഒരു പരന്ന ചട്ടിയിൽ, അതായത് ഒരു ബോൺസായി ചട്ടിയിലെങ്കിലും മണ്ണ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നാലാമത്തെ ആൾ ബാക്ടീരിയയാണ്. വെള്ളത്തിലെ അമോണിയ വലിച്ചെടുത്ത് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് ഈ ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയ മണ്ണിലാണ് സാധാരണ കാണപ്പെടുന്നത്. മണ്ണിലും കല്ലിലും മണ്ണിൻ്റെ കുളത്തിൻ്റെ അടിത്തട്ടിലും എല്ലാം ഇവർ വസിക്കുന്നതാണ്. വരൂ, നമുക്ക് നൈട്രജൻ സൈക്കിൾ ഒന്ന് അവലോകനം ചെയ്യാം. മീനുകളുടെ വേസ്റ്റും ധാരാളമായി വരുന്ന ഭക്ഷണവും മറ്റ് ചീയുന്ന പദാർത്ഥങ്ങളും അമോണിയ ഉൽപ്പാദിപ്പിക്കുകയും ആ അമോണിയയെ 2 തരം ബാക്ടീരിയകൾ നൈട്രേറ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ നൈട്രേറ്റ് ചെടികൾ വലിച്ചെടുക്കുകയും അവ ഭക്ഷണം ഉണ്ടാക്കുകയും മീനുകൾക്കും കുളത്തിലും ഓക്സിജൻ നിറയ്ക്കുകയും ചെയ്യുന്നു. കൂടുതൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം ഇങ്ങനെ സൈക്കിൾ ചെയ്ത് ചെടികൾ തന്നെ കൺവേർട്ട് ചെയ്യുന്നതിനാൽ ആൽഗെ വരാനുള്ള സാധ്യതയും കുറയുന്നു, അമോണിയയുടെ കണ്ടന്റും കുറയുന്നു, pH ഫ്ലക്ച്വേഷൻസും നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാനാണ്. ഈ 4 ഘടകങ്ങൾ ആനുപാതികമായി ഉണ്ടെങ്കിൽ ഓക്സിജൻ ഉൽപ്പാദനം ഉണ്ടാവുകയും അമോണിയയും ഫിഷ് വേസ്റ്റും എല്ലാം നൈട്രജൻ സൈക്കിൾ വഴി കുളത്തിൽ നിന്ന് മാറുകയും ആ കുളം ഒരു നാച്ചുറൽ കുളമായി സന്തുലിതാവസ്ഥ നിലനിന്നു പോവുകയും ചെയ്യും. പുതിയൊരു കുളം ആണെങ്കിൽ ഈ നൈട്രജൻ സൈക്കിൾ തുടങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അവിടെ മീനും ബാക്ടീരിയയും ചെടിയും എല്ലാം ഒരു സന്തുലിതാവസ്ഥ എത്താൻ കുറച്ച് ടൈം എടുക്കും. അതിനുള്ള സാവധാനവും സാവകാശവും നമ്മൾ കൊടുക്കണം. ഇപ്പോൾ പലരും പറയും ചാണകവെള്ളം കലക്കി ഒഴിക്കുന്നതിനെ പറ്റി. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയ, മണ്ണിലുള്ള ഈ നൈട്രിഫയിങ് അല്ലെങ്കിൽ നൈട്രജൻ സൈക്കിൾ നടത്തുന്ന ബാക്ടീരിയ ഒന്ന് ആക്റ്റീവായി വരുവാനും ഒരു 2-3 മീനുകൾ ഇട്ട് കഴിയുമ്പോൾ ആ മീനുകളുടെ വേസ്റ്റ് വെള്ളത്തിൽ അമോണിയ വരികയും ആ അമോണിയയെ ബാക്ടീരിയ സൈക്കിൾ ചെയ്ത് വീണ്ടും തിരിച്ച് ചെടികൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന നൈട്രേറ്റ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനുള്ള സാവകാശം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോകുന്ന മെയിൻ നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക് നമ്മൾ കുളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും വിജ്ഞാനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെയുള്ള നഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ഇരിക്കട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ മത്സ്യകൃഷി ചെയ്യുന്നവരും മത്സ്യങ്ങളോട് ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാച്ചുറലായി തന്നെ നമുക്ക് എല്ലാവർക്കും pH ഫ്ലക്ച്വേഷൻസും അമോണിയ ഫ്ലക്ച്വേഷൻസും എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമ്മൾ പ്രകൃതിദത്തമായി അതിനെ അവലംബിക്കുമ്പോൾ. നൈട്രജൻ സൈക്കിൾ എന്താണെന്നതിനെക്കുറിച്ചും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് ഞങ്ങളുടെ 50ാമത്തെ വീഡിയോയാണ്. വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ചെയ്തു വന്ന കാര്യങ്ങളും നമ്മുടെ അറിവുകളും എല്ലാവർക്കും പകർന്നു കൊടുക്കണം. അറിവുകൾ എല്ലാവരിലും എത്തിക്കണം. അറിവുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ അതിന് അർത്ഥമില്ലാതാകും. എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞാലേ അതിന് അർത്ഥമുണ്ടാകും. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പെർമകൾച്ചർ കേരളയും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ. അതിൽ ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും എന്നെക്കൊണ്ട് കഴിയും വിധം. പിന്നെ ഇതൊരു ശാസ്ത്രീയമായ വശത്തിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് പലതരം മീനുകൾ, പലതരം കുളങ്ങൾ, പലതരം ചെടികൾ എല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നും കോർത്തിണക്കി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗുണം ലഭിക്കട്ടെ, നല്ല അറിവ് ലഭിക്കട്ടെ. എല്ലാവരും ഒബ്സർവ് ചെയ്യൂ, പഠിക്കൂ, അവരവരുടെ അറിവുകൾ പങ്കുവയ്ക്കൂ. ഓൾ ദ ബെസ്റ്റ്.